കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ ദേവി ശരണമമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർക്കാലവന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. ഏകാദശ സ്കന്ധത്തിലെ 24-ാമത്തെ അധ്യായമാണ് ഇന്ന് അവലോകനം ചെയ്യുന്നത്. കാമ്യകർമ്മങ്ങളും പ്രായശ്ചിത്തങ്ങളെയും കുറിച്ചാണ് ഈ അധ്യായത്തിൽ നാരായണ ഋഷി പറയുന്നത്. പതിവ് പോലെ നാരദന്റെ അപേക്ഷയോടുകൂടി, അതായത് ഗായത്രി മന്ത്രം കൊണ്ടുള്ള ശാന്ത്യാദി പ്രയോഗങ്ങളെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരണമെന്നുള്ള അപേക്ഷയോടുകൂടിയാണ് ഈ അധ്യായം തുടങ്ങുന്നത്. നാരദന്റെ ചോദ്യത്തിന് ഉത്തരമായിക്കൊണ്ട് നാരായണ ഋഷി പറയാൻ തുടങ്ങണു. ഹേ നാരദ, അങ്ങ് എന്നോട് ചോദിച്ച ഈ കാര്യം അത്യന്തം രഹസ്യമായിട്ടുള്ളതാണ്. ആരാണോ ഇതിനെ സാധന ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ജിജ്ഞാസുവായിട്ടുള്ളത്, അവർക്ക് മാത്രമേ ഇത് പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ. ശാന്തി ലഭിക്കാനായി ചമത പാലിൽ മുക്കി ഹോമിക്കണം. വന്യചമത പ്രകാരം ഹോമിച്ചാൽ ഭൂതബാധ, രോഗങ്ങൾ തുടങ്ങിയവ ശമിക്കും. അത്തി, അരയാൽ തുടങ്ങിയ ക്ഷീരവൃക്ഷങ്ങളുടെ ഇളം തണ്ടോ ശകലങ്ങളോ ഭൂതഗ്രഹ രോഗശാന്തിക്കായി ഹോമിക്കാം. 2 കൈയിലും വെള്ളം കോരി സൂര്യനെ തർപ്പിച്ചാലും ശാന്തി ലഭിക്കും. മുട്ടോളം വെള്ളത്തിൽ ഇറങ്ങി നിന്ന് ജപിക്കുന്നത് കൊണ്ട് സർവ്വദോഷങ്ങൾക്കും ശാന്തി ലഭിക്കും. കഴുത്തോളം വെള്ളത്തിൽ ഇറങ്ങി നിന്ന് ജപിച്ചാൽ പ്രാണൻ ഉടൻ പോകുമെന്ന ഭയമില്ലാതെ കണ്ടാവും. വെള്ളത്തിൽ മുങ്ങിക്കിടന്നുകൊണ്ടുള്ള ജപം സർവ ശാന്തികർമ്മങ്ങളിലും വെച്ച് ഉത്കൃഷ്ടമാണ്. സ്വർണപാത്രത്തിലോ വെള്ളിപ്പാത്രത്തിലോ ചെമ്പുപാത്രത്തിലോ ക്ഷീര വൃക്ഷ തടിയിൽ തീർത്ത പാത്രത്തിലോ പൊട്ടാത്ത മൺപാത്രത്തിലോ പഞ്ചഗവ്യം എടുത്ത് നന്നായി കത്തിയിരുന്ന തീയില് 1000 ഉരു ഹോമിക്കണം. ക്ഷീരവൃക്ഷത്തിൻ്റെ വിറകാണ് ഉപയോഗിക്കേണ്ടത്. അതിൽ നിന്ന് പതുക്കെ ആ ഹോമത്തിൽ നിന്നും ആ ഹോമിച്ച ശേഷമെടുത്ത് പ്രത്യാഹൂതി ചെയ്ത് പാത്രത്തിൽ വെച്ചിരിക്കുന്ന ശേഷം 1000 മുരു തൊട്ട് ജപിക്കണം. എന്നിട്ട് അതെടുത്ത് ബാധാസ്ഥലത്ത് മന്ത്രസ്മരണയോടെ ദർഭ കൊണ്ട് പ്രോക്ഷിക്കണം. പിന്നെ പരദൈവതാധ്യാനത്തോടെ അവിടെ ബലിയും തൂകണം. അങ്ങനെ ചെയ്താൽ ആഭിചാരം കൊണ്ടുള്ള സകല ദോഷങ്ങളും നശിക്കും. ദേവ ഭൂത പിശാചാദികളെല്ലാം അവരുടെ വശത്താവും. ഗൃഹവും ഗ്രാമവും പുരവും രാഷ്ട്രവും എല്ലാം അവർ ഉപേക്ഷിച്ച് ഭൂമി കുഴിക്കുമ്പോഴും അവരിൽ നിന്നും മുക്തരാകും. ബാധാസ്ഥലത്തിൻ്റെ നടുക്ക ഒരു ചതുഷ്കോണം വരയ്ക്കണം. അതിൻ്റെ നടുക്കായി ഒരു ശൂലം വരച്ച് മുൻപറഞ്ഞ പ്രകാരം 1000 ഒരു ഗായത്രി അഭിമന്ത്രിച്ച് സർവശാന്തിക്ക് വേണ്ടി എവിടെ കുഴിക്കണം. അങ്ങനെ ചെയ്താൽ ബാധ ഒഴിഞ്ഞുപോകും. സ്വർണമോ വെള്ളിയോ ചെമ്പോ കൊണ്ടുള്ള കുടമോ പൊട്ടാത്ത മൺകുടമോ മതി. അതിൻ്റെ പുറമെ നൂല് ചുറ്റി വെള്ളമണൽ വിരിച്ച് അതിൽ വെക്കണം. അതിൽ ജലം നിറയ്ക്കണം. 4 ദിക്കുകളിലുമുള്ള തീർത്ഥസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന തീർത്ഥജലമാണ് അതിൽ നിറയ്ക്കേണ്ടത്. ഏലക്ക, ചന്ദനം, കർപ്പൂരം, പിച്ചകം, പാതിരിപ്പൂ, മുല്ലപ്പൂ, കൂവളത്തിൻ്റെ ഇല, മൂവില, നെയ്യ്, യവം, എള്ള്, കടുക്, ക്ഷീരവൃക്ഷങ്ങളുടെ തളിരുകൾ എന്നിവ അതിലിടണം. ഇവയെല്ലാം വേണ്ട പോലെ അതിൽ നിക്ഷേപിച്ച് ദർഭ കൊണ്ട് കൂർച്ചവും കെട്ടി അതിൽ വെക്കണം. കുളിച്ച് ശുദ്ധനും ഏകാഗ്രചിത്തനുമായി 1000 ഒരു ഗായത്രി ജപിക്കണം. ചുറ്റിലും ഇരുന്ന വേദജ്ഞരായിട്ടുള്ള ജനങ്ങള് ആദിത്യമന്ത്രങ്ങൾ ഉരുവിടണം. ആ തീർത്ഥം തളിക്കുകയും കുടിക്കുകയും അഭിഷേകം ചെയ്യുകയും ചെയ്താൽ ഭൂതബാധ, രോഗപീഠ, ആഭിചാര ദോഷം മുതലായവയിൽ നിന്നെല്ലാം സുഖമായി മുക്തനായി ഭവിക്കും.
ആ ജലം അഭിഷേകം ചെയ്യുന്നത് കൊണ്ട് മൃത്യുമുന്നിലെത്തിയ മനുഷ്യൻ പോലും മുക്തനാകും. ധനത്തിനും കഴിവിനും അനുസൃതമായിട്ട് ബ്രാഹ്മണർക്ക് ദക്ഷിണ നൽകണം. അരയാലിന്റെ ചുവട്ടിൽ വെച്ച് ശനിയാഴ്ച 100 ഗായത്രി ജപിക്കുന്ന ഒരുത്തൻ ഭൂതബാധ, രോഗം, അഭിചാരം തുടങ്ങിയ മഹാഭയങ്ങളിൽ നിന്നും മുക്തനാകും. ഇങ്ങനെ ചെയ്യുന്ന മൃത്യുഞ്ജയ ഹോമം സർവ്വവ്യാധികളെയും നശിപ്പിക്കും. ജ്വരശാന്തി ഉണ്ടാകും. അതിനു വേണ്ടിയിട്ട് മാവിൻ്റെ ഇല പാലിൽ മുക്കി ഹോമിക്കാം. വയമ്പ് പാലിൽ മുക്കി ഹോമിച്ച് ക്ഷയത്തെ ഇല്ലാതാക്കാം. ത്രിമധുരം ഹോമിക്കുന്നത് കൊണ്ട് രാജയക്ഷ്മാവ്, ക്ഷയം എന്ന രോഗം നശിക്കും. ആദിത്യന് നിവേദിച്ച അന്നവും ഹോമപായസവും ഭക്ഷിച്ചാലും ഈ ക്ഷയരോഗത്തിന് ശാന്തി ലഭിക്കും. മുട്ടുമുട്ടായി മുറിച്ചെടുത്ത സോമത്തിന്റെ വല്ലി കറുത്ത വാവിന്റെ ദിവസം പാലിൽ മുക്കി ഹോമിച്ചാൽ ക്ഷയരോഗശാന്തി ഉണ്ടാവും. ശംഖുപുഷ്പങ്ങൾ ഹോമിച്ച് കുഷ്ഠരോഗം ശമിപ്പിക്കാം. ചെറു കടലാടിയുടെ അരി കൊണ്ട് ഹോമിച്ചാൽ അപസ്മാരം ഇല്ലാതെ കണ്ടാവും. ചമത ഹോമിച്ചാൽ ഉന്മാദവും നശിക്കും. അത്തിച്ചമത ഹോമിച്ചാൽ മേഹം ക്ഷയിക്കും. കരിമ്പിൻ നീരോ തേനോ ഹോമിച്ചാൽ പ്രമേഹത്തിന് ശമനമുണ്ടാകും. ത്രിമധുരം ഹോമിക്കുന്നത് കൊണ്ട് വസൂരിക്ക് മുതലായിട്ടുള്ള രോഗങ്ങൾക്ക് ശാന്തിയുണ്ടാകും. ഇങ്ങനെ ഇതിൽ ഓരോരോ വസ്തുക്കളെ കൊണ്ട് ഹോമിച്ചാൽ എന്തൊക്കെ ശാന്തി കിട്ടും എന്നുള്ളതിനെ ഇവിടെ ദീർഘമായിട്ട്, വളരെയധികം ദീർഘമായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. മനസ്സിലായില്ലേ? ഞാൻ അതൊന്നും വളരെ കുറേയൊക്കെ പറഞ്ഞു. ആരാണോ ഇതൊക്കെ ഇത്തരത്തിലുള്ള വ്യാധികളിൽ നിന്നും രക്ഷ നേടാനായിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഹോമങ്ങളും ക്രിയകളും ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അവരെ ആരാക്കൊണ്ടാണോ ഹോമം ചെയ്യിക്കുന്നത് അവരെ വിളിച്ച് സംസാരിച്ച് അതിന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കി വേണ്ടതുമാതിരി ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. സദാചാര അനുഷ്ഠാനം കൊണ്ട് ഐഹികവും ആമുഷ്മികവുമായ സുഖം സിദ്ധിക്കും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്തരത്തിലുള്ള യാഗ, യജ്ഞ, ഹോമ, ക്രിയാദികളൊക്കെ പിന്നെ എന്തിനാ പറഞ്ഞു വച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇത്തരത്തിലുള്ള നിത്യകർമ്മ അനുഷ്ഠാനങ്ങൾ ചെയ്ത് നമ്മളുടെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും എല്ലാം പരിശുദ്ധമാക്കി ഭഗവാനിൽ അല്ലെങ്കിൽ ഭഗവതിയിൽ ഉറപ്പിച്ച് നമുക്ക് ഈ സദാചാര മാർഗത്തിൽ കൂടി തന്നെ മറ്റുള്ള ദുരാചാരങ്ങളെയെല്ലാം വിട്ട് വിഷ്ണുപദം അല്ലെങ്കിൽ ശിവപദം അല്ലെങ്കിൽ ദേവിയുടെ പദം പോകാൻ സാധിക്കുമെന്നുള്ളതാണ്. നിത്യാഭ്യാസി ആനയെടുക്കുമെന്ന് പറഞ്ഞതുമാതിരി നിത്യേന ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ കർമ്മങ്ങളെ നിഷ്കാമമായിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ അന്ധകരണം പരിശുദ്ധമാവും. അന്ധകരണം പരിശുദ്ധമായി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം സൽപ്രവൃത്തികളായിട്ട് മാറും. ആർക്കും ഒരു ദോഷമോ ആരെയും ഒരു വേദനിപ്പിക്കുന്നതായിട്ടുള്ള കർമ്മമോ ഹിംസാദി വൃത്തികളോ വഞ്ചനാദികളോ ചതിയോ ഒന്നും നമ്മളിൽ നിന്നും ഉണ്ടാവില്ല. പാപഭാരത്തെയെല്ലാം അത് ഇല്ലാതാക്കും. ദൃഢമായിട്ടുള്ള ഭക്തി മനസ്സിൽ ഉറച്ചതുകൊണ്ട് അന്ധകരണം മനസ്സ് പരിശുദ്ധമാവും. മറ്റുള്ള ചിന്തകളില്ലാതെ കണ്ടുവരുന്ന സമയത്ത് ആ മനസ്സിൽ സുഖം, ആനന്ദം, പരമാനന്ദം, ബ്രഹ്മാനന്ദം വരെ അനുഭവിക്കാൻ മനുഷ്യന് കഴിയും. അതിന് എളുപ്പമായിട്ടുള്ള
വഴികളാണ് സദാചാര അനുഷ്ഠാനങ്ങൾ. വളരെ ദീർഘമായിട്ട് ഓരോ അനുഷ്ഠാനത്തിനെയും വേദോക്ത പ്രകാരം ഇവിടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത്തരം ആചരണങ്ങൾ ഇന്നത്തെ കാലത്ത് മുഴുവനുമായിട്ട് പകുതി പോലും ആചരിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് നമ്മൾ ഇരിക്കുന്നത് എന്നതുകൊണ്ട് ആവുന്നത് മാതിരി നമ്മൾ ഇതിനെ ആചരിക്കാൻ നോക്കുക. ബ്രാഹ്മണര് ആണെങ്കിലും ത്രികാല സന്ധ്യാവന്ദനങ്ങൾ ചെയ്യുക, മറ്റുള്ളവരാണെങ്കിലും ശരി കുളിക്കുക, ക്ഷേത്രാടനം തീർത്ഥാടനങ്ങൾ ചെയ്യുക, മരിച്ചുപോയ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് വാവ് കറുത്തവാവ് ദിവസങ്ങളിലും മറ്റും പിതൃതർപ്പണങ്ങളും ബലിഹോമാദികളും എല്ലാം ചെയ്യുക. വിശേഷ ദിവസങ്ങളിൽ വിശേഷമായിട്ടുള്ള പൂജകളെ കർമ്മങ്ങൾ ചെയ്യുക. ഗുരു ആചാര്യന്മാരെ മഹാത്മാക്കളെ വന്ദിക്കുക മുതലായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള കർമ്മങ്ങളെ കൊണ്ട് നമ്മളുടെ അന്തരംഗത്തിനെ പരിശുദ്ധമാക്കി നമുക്ക് ജീവിതത്തിൽ മുന്നേറാം. അങ്ങനെ നിത്യ കർമ്മ അനുഷ്ഠാനങ്ങളെ കൊണ്ട് മാത്രം തന്നെ നമുക്ക് പരമഗതി പ്രാപിക്കാൻ കഴിയും എന്നതിനെ ഈ സദാചാരങ്ങളിൽ കൂടി നമുക്ക് പറഞ്ഞു തരികയാണ് ചെയ്തത്. ഇതോടുകൂടി ഏകാദശ സ്കന്ധം ഈ അധ്യായത്തോടുകൂടി അവസാനിക്കണം. നാളെ മുതൽ ഇനി നമുക്ക്